ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾ സമീപകാലത്ത് വളരെയധികം പ്രാധാന്യം നേടിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളായ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഈ സാമ്പത്തിക സഹകരണം ആഗോള സമ്പദ് വ്യവസ്ഥയിലും രാഷ്ട്രീയത്തിലും നിർണായക സ്വാധീനം ചെലുത്തുന്നുണ്ട്. നിലവിൽ ഇരു രാജ്യങ്ങളും ഒരു ഇടക്കാല വ്യാപാര കരാറിൽ ഒപ്പിടാനുള്ള ഒരുക്കത്തിലാണ്. ഇത് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള കൂടുതൽ വലിയ വ്യാപാര ഉടമ്പടികളിലേക്കുള്ള ഒരു ചുവടുവെപ്പായി കണക്കാക്കപ്പെടുന്നു. സമീപ ഭാവിയിൽ ഒപ്പിടാൻ സാധ്യതയുള്ള ഇടക്കാല വ്യാപാര കരാറിന് വലിയ പ്രാധാന്യമുണ്ട്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഭരണകാലത്ത് ജൂലൈ 9 വരെ ഒരു സമയപരിധി നിശ്ചയിച്ചിരുന്നു. ഈ സമയപരിധിക്കുള്ളിൽ ഒരു കരാറിലെത്താനാണ് ഇന്ത്യൻ പ്രതിനിധി സംഘം ശ്രമിക്കുന്നത്. ഈ കരാർ പ്രാബല്യത്തിൽ വന്നാൽ ജൂലൈ 9 ശേഷം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ അമേരിക്ക പകരച്ചുങ്കം ഏർപ്പെടുത്തുന്നത് തടയാൻ സാധിക്കും. അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യയിൽ നിന്നുള്ള IT, ഫാർമ കമ്പനികൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും. അതിനാൽ നിലവിലെ ചർച്ചകൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ചകളിൽ നിരവധി തർക്ക വിഷയങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ജനിതക മാറ്റം വരുത്തിയ വിളകൾക്ക് ഇന്ത്യയിൽ പ്രവേശനം അനുവദിക്കണമെന്ന അമേരിക്കയുടെ ആവശ്യം. ഇന്ത്യയിലെ കർഷക സമൂഹത്തിൽ നിന്നും ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വരുമെന്ന് ഭയന്ന് ഈ വിഷയത്തിൽ നിന്നും ഇന്ത്യ അകലം പാലിച്ചു. ജനിതകമാറ്റം വരുത്തിയ വിളകൾക്ക് ഇന്ത്യയിൽ പ്രവേശനം അനുവദിക്കുന്നത് പ്രാദേശിക കർഷകരുടെ ഉപജീവനത്തെ ബാധിക്കുമെന്നും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും ആശങ്കകളുണ്ട്. മറ്റൊരു പ്രധാന തർക്ക വിഷയം ഇന്ത്യയുടെ കാർഷിക മേഖലയിലേക്കും ക്ഷീരോൽപ്പന്ന മേഖലയിലേക്കും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഇളവ് വേണമെന്ന അമേരിക്കയുടെ ആവശ്യമാണ്. ഇന്ത്യ ഇതുവരെ മറ്റ് വ്യാപാര കരാറുകളിൽ ക്ഷീരോൽപ്പന്ന മേഖലയെ ഉൾപ്പെടുത്തിയിട്ടില്ല. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാൽ അത് മറ്റു രാജ്യങ്ങളുമായുള്ള ഭാവിയിലെ കരാറുകളെയും ബാധിക്കാനിടയുണ്ട്. ഇന്ത്യയിലെ ക്ഷീര കർഷകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ കടമയാണ്. കൂടാതെ ഇറക്കുമതി ചെയ്യുന്ന ക്ഷീരോൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിൽ മത്സരം വർദ്ധിപ്പിക്കുകയും പ്രാദേശിക കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. ഈ വിഷയങ്ങൾക്ക് പുറമെ അമേരിക്കൻ മെഡിക്കൽ ഉപകരണങ്ങൾക്ക് വില നിയന്ത്രണം ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തുന്നതിൽ ട്രംപ് ഭരണകൂടം അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. അമേരിക്കൻ വിപണിയിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ പ്രവേശനം ലഭിക്കുന്നതിന് ഇന്ത്യയും പല ആവശ്യങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. പാദരക്ഷകൾ, തുണിത്തരങ്ങൾ, തുകൽ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് നികുതി ഇളവ് നൽകണമെന്നതാണ് ഇന്ത്യയുടെ പ്രധാന ആവശ്യം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുന്ന മേഖലകളാണിവ. ഈ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ വിപണിയിൽ കൂടുതൽ പ്രവേശനം ലഭിക്കുന്നത് ഇന്ത്യൻ കയറ്റുമതി വർദ്ധിപ്പിക്കാനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സഹായിക്കും. നിലവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മിക്ക തർക്ക വിഷയങ്ങളിലും ധാരണയിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു ഇടക്കാല കരാറിലേക്ക് നീങ്ങുന്നത്. ജനിതകമാറ്റം വരുത്തിയ വിളകളുടെയും ക്ഷീരോൽപ്പന്നങ്ങളുടെയും വിഷയങ്ങൾ നിലവിലെ കരട് കരാറിൽ നിന്നും ഒഴിവാക്കിയേക്കാം എന്നതാണ് സൂചന. ഇത് ഇന്ത്യൻ താൽപര്യങ്ങൾക്ക് ഒരു വിജയമായി കണക്കാക്കപ്പെടുന്നുണ്ട്. ഇടക്കാല കരാർ ഒരു താൽക്കാലിക പരിഹാരം മാത്രമാണ്. ഇതിനുശേഷം മറ്റുള്ള കാര്യങ്ങൾ തുടർ ചർച്ചകൾ തീരുമാനമെടുത്തേക്കാം. ഒരു സമഗ്രമായ വ്യാപാര കരാറിലെത്താൻ ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കാനുണ്ട്. എന്നിരുന്നാലും നിലവിലെ ഈ ഇടക്കാല കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാനും ഭാവിയിലെ ചർച്ചകൾക്ക് ഒരു നല്ല പ്ലാറ്റ്ഫോം ഒരുക്കാനും സഹായിക്കും. ഇന്ത്യയും അമേരിക്കയും ലോകത്തിലെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ ഒന്നാണ്. 2023 സാമ്പത്തിക വർഷത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം $120 ബില്യൺ കവിഞ്ഞു. ഇന്ത്യയുടെ കയറ്റുമതിക്ക് അമേരിക്ക ഒരു പ്രധാന വിപണിയാണ്. അതേസമയം ഇന്ത്യയിലേക്ക് സാങ്കേതിക വിദ്യയും നിക്ഷേപങ്ങളും എത്തിക്കുന്നതിൽ അമേരിക്ക ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് ആഗോള സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ഗുണകരമാകും. പ്രത്യേകിച്ച് ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ അമേരിക്ക വ്യാപാര സഹകരണം തന്ത്രപരമായ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. സപ്ലൈ ചെയിൻ വൈവിധ്യവൽക്കരിക്കുന്നതിനും ആഗോളതലത്തിൽ കൂടുതൽ സുസ്ഥിരമായ വ്യാപാര ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനും ഈ സഹകരണം നിർണായകമാണ്. ഇടക്കാല കരാർ ഒരു തുടക്കം മാത്രമാണ്. ഒരു ദീർഘകാല സമഗ്രമായ വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കുക എന്നതാണ് ഇരു രാജ്യങ്ങളുടെയും ലക്ഷ്യം. ഇതിനായി വ്യാപാര തടസ്സങ്ങൾ കുറയ്ക്കുക, നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക, സേവന മേഖലയിൽ സഹകരണം വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായുണ്ട്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾ വെറും സാമ്പത്തിക ഇടപാടുകൾക്കപ്പുറം തന്ത്രപരവും രാഷ്ട്രീയവുമായ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള സഹകരണം ഇൻഡോ പസഫിക് മേഖലയുടെ സ്ഥിരതയ്ക്കും ആഗോള സാമ്പത്തിക വ്യവസ്ഥയ്ക്കും ശക്തിക്കും അത്യന്താപേക്ഷിതമാണ്. ഈ ഇടക്കാല കരാർ ഇരു രാജ്യങ്ങൾക്കും ഒരു വിജയകരമായ ഭാവിയിലേക്കുള്ള സുപ്രധാന ചുവടുവെപ്പായിരിക്കും.